യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഒരു കിൻഡർഗാർട്ടൻ ക്ലാസ്. അവിടെയുള്ള ടീച്ചർ വലിയ അപ്സെറ്റാകാൻ കാരണം ടീച്ചറുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഭയങ്കര വഴക്കാണ്. അവർ തമ്മിൽ ഭയങ്കര ബഹളം, ഇടി, സോറി പറയണില്ല. അപ്പോൾ ടീച്ചറിന് ഇവരെങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കും? അപ്പോഴാണ് ടീച്ചറിന് ഒരു ഗെയിം ചെയ്യാൻ ഓർത്തത്. ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു ബാഗിൽ ഒരു 5 പൊട്ടറ്റോസ് കൊണ്ടുവരണം. 5 പൊട്ടറ്റോസ്. ഓക്കെ, എല്ലാവരും കൊണ്ടുവരണം. കുട്ടികളത് മറക്കാതെ പിറ്റേ ദിവസം ക്ലാസ്സിൽ എല്ലാവരും പൊട്ടറ്റോസ് കൊണ്ടുവന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് കുറേ ഉണ്ടെന്നറിയാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട് ഇല്ലേ? കുട്ടി പറഞ്ഞു, ഉണ്ട്. ഓക്കെ, ഇതൊരു ഗെയിമാണ്. ഈ ഗെയിം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പേരൊക്കെ ഓർത്തിട്ട് ഒരു പൊട്ടറ്റോ, ഇപ്പോൾ ഒരാളോട് നിങ്ങൾക്ക് ദേഷ്യമുള്ളെങ്കിൽ അയാളുടെ പേരിൽ ഒരു പൊട്ടറ്റോ എടുക്കുക. എന്നിട്ട് അയാളുടെ പേര് നിങ്ങൾ എഴുതുക. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ പിങ്കിയോട് എനിക്കിഷ്ടമല്ല, ഓക്കെ, ഞാൻ പിങ്കി എന്ന് എഴുതി. ഓക്കെ, ഒരു പൊട്ടറ്റോ പിങ്കി എന്ന് എഴുതി. ഇനി വേറൊരാളുണ്ട്, ഓക്കെ, ആളുടെ പേരാണ് ജോസിനോട് എനിക്കിഷ്ടമല്ല, ജോസ് എഴുതുക. പിന്നെ എനിക്ക് ബിന്ദുവിനോട് ഇഷ്ടമല്ല, ഞാൻ ബിന്ദു എന്ന് എഴുതി. ഓക്കെ, ബിന്ദു എഴുതി. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എത്ര പേരെ ഇഷ്ടമല്ല അത്രയും പേരുടെ നമ്പറിൽ നിങ്ങൾ പൊട്ടറ്റോസ് എടുക്കുക, നിങ്ങളുടെ എൻ്റെ പേര് എഴുതിയ. അപ്പോൾ കുട്ടികൾ പെന്ന് വെച്ചിട്ട് ഓരോ പൊട്ടറ്റോസിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ പേരൊക്കെ എഴുതിയിട്ട് ഒരു ബാഗിലിട്ടു. അപ്പോൾ ചില കുട്ടികൾക്ക് ഒരു പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ, ഒരു പേര് മാത്രമേ ഉള്ളൂ. ചില കുട്ടികൾ 5 പേര് വരെ ഉള്ളവരുണ്ട്. 5 പൊട്ടറ്റോസിൽ 5 പേരുടെ പേര്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇതാണ് ഗെയിം. നിങ്ങളുടെ ഇപ്പോൾ ഈ പൊട്ടറ്റോ കൊണ്ടുവന്ന ബാഗിൽ നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പേര് എഴുതിയിട്ടല്ലോ. ഇനി ഈ ബാഗായിട്ട് wherever you go, you carry this bag with you. ഇപ്പോൾ നിങ്ങൾ പാർക്കിൽ പോകണം ഫാമിലിയായിട്ട്, നിങ്ങൾ അതോടെ കൊണ്ടുപോകണം. നിങ്ങൾ സിനിമ കാണാൻ പോകണം, തിയേറ്ററിൽ കൊണ്ടുപോകണം. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഹോട്ടൽ, അവിടെ കൊണ്ടുപോകണം. നിങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ അവിടെ കൊണ്ടുപോകണം. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ പൊട്ടറ്റോ ഇതിൽ പേരെഴുതിയത് വെച്ചിട്ട് ഇവർക്ക് നല്ല രസമായിട്ടൊക്കെ അവർക്ക് തോന്നി. അവരങ്ങനെ ഒരാഴ്ചത്തേക്ക് കളി ആരംഭിച്ചു, ഗെയിം ആരംഭിച്ചു. ആദ്യമൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അവരെവിടെ പോകുമ്പോഴും ഈ ബാഗ് എടുത്തിട്ട് പോകും. പതുക്കെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ബോറടിക്കാൻ തുടങ്ങി. കാരണം ഈ 5 പൊട്ടറ്റോ ഒക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകണ്ട, ഇതിപ്പോൾ ആരുമല്ലേ. അവർക്ക് തോന്നി ഇത് വേണ്ടാന്ന് തോന്നി. പിന്നെ പതുക്കെ ഇത് റോട്ട് ചെയ്യാൻ തുടങ്ങി, മോശമാകാൻ തുടങ്ങിയപ്പോൾ ഇറ്റ് ബിക്കം സ്മെല്ലി. ഇവർ പോകുന്നിടത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ എന്തൊരു ബാഡ് സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റും ഇവരാണ് ഇങ്ങനെ ക്യാരി ചെയ്യണമെന്ന്. അപ്പോൾ ഇവർക്ക് പോകാൻ മടിയായി. അങ്ങനെ ഇവർ ഈ ഒരാഴ്ച തീരാൻ വേണ്ടി കുട്ടികൾ വെയിറ്റ് ചെയ്യണേ. അങ്ങനെ ഗെയിം തീരണ ആഴ്ച ഇവർ ഭയങ്കരമായി സന്തോഷിച്ച് ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഗെയിം ഓവർ. അപ്പോൾ എല്ലാവരും കൂടി ചാടി പിടിച്ച് കൈയൊക്കെ അടിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ ഗെയിം ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല ടീച്ചറെ, ഇത് ഫണ്ണുള്ള ഗെയിം അല്ല. വൈ? വാട്ട് ഹാപ്പൻ? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അയ്യോ ടീച്ചറെ, ഇത് ഭയങ്കര ഭാരമാണ്, ഇറ്റ്സ് വെരി ഹെവി ടു ക്യാരി. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ടീച്ചർ, ഇറ്റ് സ്മെല്ലിയാണ്, ഇത് ചീത്തയിട്ട് എല്ലാവരും ഞങ്ങൾ നോക്കണം, ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, ഇറ്റ്സ് വെരി ബാഡ്, ഈ ഗെയിം നമുക്ക് വേണ്ട, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗെയിം. മക്കളിതൊരു ഗെയിമല്ല. ഇതിലൂടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചതെന്നറിയാമോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പേരെഴുതി ഇങ്ങനെ പോയപ്പോഴേക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളൊക്കെ ടയേർഡായില്ലേ, ഭാരമായി, സ്മെല്ലിയായി അല്ലേ? ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാരോട് ഹേറ്റ്രഡ്, ചില ആൾക്കാരോട് ദേഷ്യം, ഇതൊക്കെ വെച്ച് നടക്കുമ്പോഴേക്കും ജീവിതം എന്തുമാത്രം ഭാരപ്പെടും. അത്ര ഈസി ആവൂല ലൈഫ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടറ്റോസ് വേണ്ടെന്ന് വയ്ക്കണം. ഡു നോട്ട് ക്യാരി ഫീലിംഗ് ടുവേർഡ്സ് അതേഴ്സ്. അപ്പം തന്നെ ഒരു വഴക്കുണ്ടായ അപ്പം തന്നെ നിങ്ങൾ സോറി പറയാം, റിക്കൺസൈൽ ചെയ്യാം. അതാണ് ഇന്നത്തെ ഗോസ്പൽ നമ്മോട് പറയുന്നത്. നമ്മുടെ ഗോസ്പൽ എന്താ പറയുന്നത്? ഈശോ പറയാണ്, നിങ്ങളൊരു സാക്രിഫൈസിന് വേണ്ടി, നിങ്ങൾ ഒരു മാസത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ കണ്ണടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, അയ്യോ എനിക്ക് ഇന്ന ആളോട് ദേഷ്യമുണ്ടല്ലോ, അയ്യോ അയാൾക്ക് എന്നോട് ദേഷ്യമുണ്ടല്ലോ, അയാൾക്ക് കുറച്ച് ഗ്രഡ്ജ് ഫീലിംഗ് ഉണ്ടല്ലോ എന്ന് തോന്നുന്ന പക്ഷം നിങ്ങൾ അവിടെ ബലിവസ്തു വെച്ചിട്ട് യു ഗോ ബാക്ക് ആൻഡ് റിക്കൺസൈൽ വിത്ത് ഹിം ആൻഡ് കം ബാക്ക്. ഇതാണ് ഈശോ പറയണത്. നിങ്ങൾ അവിടെ വെച്ചിട്ട് പൊക്കോ, എന്നിട്ട് നിങ്ങൾ റിക്കൺസിൽ ഇടുക. കാരണം റിക്കൺസിലേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് സാക്രിഫൈസ്. അതാണ് ഏറ്റവും വലിയ ബലി എന്ന് പറയുന്നത്. നമ്മൾ സോറി പറയണം, നമ്മൾ റിക്കൺസൈൽ ചെയ്യണം, നമ്മൾ വഴക്കുകൾ കൊണ്ട് നടക്കരുത്.
ചിലപ്പോൾ നമ്മൾ വിചാരിക്കേ ആരെങ്കിലും ഒരാൾ നമ്മൾ ഹേർട്ട് ചെയ്ത്, നമ്മൾ വേദനിപ്പിച്ചു, നമ്മൾ ബാഡ് വേർഡ്സ് വിളിച്ചു, ഉടനെ തന്നെ നമ്മൾ എന്താ പറയുക, ഐ വിൽ പേ ഹിം ബാക്ക് എന്ന് പറയുന്നത്, ഞാൻ അവന് തിരിച്ചു കൊടുക്കും എന്ന് നമ്മൾ വിചാരിക്കണം. പക്ഷേ ആക്ച്വലി എന്താ സംഭവിക്കണമെന്ന് അറിയാം, വി ആർ ഗെറ്റ് പെയ്ഡ്. നമ്മൾക്ക് തന്നെ തിരിച്ചടിയെ കൊടുക്കുന്നത്. കാരണം ഒരാളോട് വെറുപ്പും ദേഷ്യം കൊണ്ട് നടക്കുമ്പോൾ ആരോടാണ് നമ്മളത് വയ്ക്കുന്നത്, അവർക്കൊന്നും സംഭവിക്കില്ല. മറിച്ച് നമ്മൾ കുറേം കൂടി മോശക്കാരാവും, നമ്മൾ കുറേ കൂടി സ്മെല്ല് ചെയ്യാം, നമ്മൾ കുറേ കൂടി ഭാരം എടുക്കുന്ന ആൾക്കാരായിട്ട് മാറും. സോ വാട്ട് ടു ഡു? ലീവ് ഇറ്റ് ബിഹൈൻഡ്. സേ സോറി ആൻഡ് ഇറ്റ് ടേക്സ് കറേജ് ടു സേ സോറി. നല്ല ധൈര്യം ഉണ്ടാവണം സോറി പറയാൻ, റിക്കൺസൈൽ ചെയ്യാൻ. അപ്പോൾ മക്കളെ, നമുക്ക് ഈ ലോകത്ത് വഴക്കുകൾ വേണ്ട, നമുക്ക് കൂട്ടുകൂടാം, സോറി പറയാം, റിക്കൺസൈൽ ചെയ്യാം. സോ ഐ വിഷ് യു ഓൾ എ ഹാപ്പി സോറി സൺഡേ.